IPL 18-ാം സീസണിൽ ആദ്യ വിവാദത്തിലേക്ക് എത്താൻ വേണ്ടി വന്ന ദൂരം 7 ഓവറുകൾ മാത്രം. പറഞ്ഞു വരുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ മത്സരത്തിനിടെ സംഭവിച്ച സുനിൽ നരേന്റെ ഹിറ്റ് വിക്കറ്റിനെ കുറിച്ചാണ്. താരത്തെ അമ്പയർമാർ പുറത്താക്കാത്തതിൽ ക്രിക്കറ്റ് ആരാധകർ രണ്ട് തട്ടിലാണിപ്പോൾ. സമൂഹ മാധ്യമങ്ങളിലും ചർച്ചകൾ സജീവമാണ്. ശരിക്കും എന്താണ് സംഭവിച്ചത്? നിയമം പറയുന്നത് എന്ത്? റൈറ്റ് ആം മീഡിയം ബോളറായ റാസിഖ് സലാം എറിഞ്ഞ 8-ാം ഓവറിലായിരുന്നു സംഭവം. റാസിഖ് എറിഞ്ഞ 4-ാം പന്ത് ഷോർട്ട് ഓഫ് ദ ലെഗ് ഡെലിവറി ആയിരുന്നു. ഫുൾ ഷോട്ടിന് ശ്രമിച്ച നരേന് പന്ത് കണക്ട് ചെയ്യാൻ കഴിയാതെ പോയി. നരേന്റെ തലയ്ക്ക് മുകളിലൂടെ പാഞ്ഞ പന്ത് സ്വാഭാവികമായും ഹൈറ്റിന്റെ ആനുകൂല്യം നൽകി സൈഡ് അമ്പയർ വൈഡ് വിളിക്കുകയും ചെയ്തു. എന്നാൽ ഫുൾ ഷോട്ടിന് ശ്രമിച്ച നരേന്റെ ബാറ്റ് സ്വിംഗ് പൂർത്തിയായപ്പോൾ സ്റ്റമ്പിൽ കൊള്ളുകയും ബെയിൽസ് താഴെ വീഴുകയും ചെയ്തു. ബംഗളൂരു താരം വിരാട് കോഹ്ലിയാണ് ഇതാദ്യമായി അമ്പയർമാരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. ഫീൽഡിലുണ്ടായിരുന്ന വിരാട് വിക്കറ്റ് കീപ്പറായ ജിതേഷ് ശർമ്മയോട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു. എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് വ്യക്തമായി അറിയില്ല, എന്റെ ശ്രദ്ധ പൂർണ്ണമായും പന്തിലായിരുന്നു, ജിതേഷ് മറുപടി നൽകി. ബംഗളൂരുവിന്റെ നായകൻ രജത് പാട്ടിദാറിന്റെ ഭാഗത്തു നിന്നൊരു ഭാഗികമായ അപ്പീലും ഹിറ്റ് വിക്കറ്റിനായി ഉണ്ടായി. നരേന്റെ ബാറ്റ് ബെയിൽസിൽ കൊണ്ടിട്ടുണ്ടാകാം എന്ന തരത്തിലായിരുന്നു റീപ്ലേയും വന്നത്. പക്ഷേ അമ്പയർ വിക്കറ്റ് അനുവദിച്ചില്ല. ഇനി ഇതിന്റെ നിയമവശങ്ങളിലേക്ക് വരാം. മാരിലേബോൺ ക്രിക്കറ്റ് ക്ലബ്ബാണ് ക്രിക്കറ്റ് നിയമങ്ങൾ തയ്യാറാക്കുന്നത്. MCC റൂൾ ബുക്കിലെ റൂൾ നമ്പർ 35.11 പറയുന്നത് പ്രകാരം ബൗളർ പന്തെറിയാൻ ആരംഭിക്കുന്നതിനും പന്ത് പ്ലേയിൽ തുടരുന്ന സമയത്തിനും ഇടയിൽ ബാറ്ററുടെ ശരീരമോ ബാറ്റോ തട്ടിൽ ബെയിൽ താഴെ വീണാൽ മാത്രമായിരിക്കും ഹിറ്റ് വിക്കറ്റ് ആകുക. ബോൾ ഡെഡ് ആയിരിക്കുന്ന സമയത്താണ് സംഭവിക്കുന്നതെങ്കിൽ വിക്കറ്റ് അനുവദിക്കില്ല. നരേന്റെ ഹിറ്റ് വിക്കറ്റ് ഇനി പരിശോധിക്കാം. റാസിഖിന്റെ പന്ത് നരേന്റെ തലയ്ക്ക് മുകളിലൂടെ നീങ്ങിയപ്പോൾ തന്നെ അമ്പയർ വൈഡ് വിളിച്ചിരുന്നു. ഇതോടെ പന്ത് ഡെഡ് ആവുകയും ചെയ്തു. പന്ത് ഡെഡ് ആയതിനു ശേഷമാണ് നരേന്റെ ബാറ്റ് സ്റ്റമ്പിൽ തട്ടുന്നതും ബെയിൽസ് ഇളകുന്നതും. അതിനാലാണ് ഔട്ട് വിധിക്കാതിരുന്നത്. ഇത് സാധൂകരിക്കുന്നതാണ് റൂൾ ബുക്കിലെ 20.11 റൂൾ. എന്നാൽ വൈഡ് ബോളിലും ഹിറ്റ് വിക്കറ്റ് ആയാൽ ഔട്ട് വിധിക്കാറുണ്ട്. വൈഡ് ബോളിൽ ഷോട്ടിന് ശ്രമിക്കുന്നതിനിടെ അമ്പയർ ഡെഡ് ബോൾ വിളിക്കുന്നതിനുമിടയിൽ ഹിറ്റ് വിക്കറ്റ് ആയാലാണ് ഔട്ട് ശരിവെക്കുക. നരേൻ 18 റൺസിൽ നിൽക്കുമ്പോഴാണ് സംഭവം. പതിവിന് വിപരീതമായി മെല്ലെ തുടങ്ങിയ നരേൻ ഹിറ്റ് വിക്കറ്റ് നിമിഷത്തിന് ശേഷം കത്തി കയറുകയായിരുന്നു. പിന്നീട് നേരിട്ട 10 പന്തിൽ 26 റൺസായിരുന്നു നരേൻ കൂട്ടിച്ചേർത്തത്. നരേന്റെ ഇന്നിംഗ്സ് മത്സരഫലത്തെ സ്വാധീനിക്കാത്ത വിധമായിരുന്നു ബംഗളൂരുവിന്റെ പ്രകടനവും. ഇതാദ്യമായല്ല ബംഗളൂരുവിന്റെ മത്സരത്തിൽ വിവാദമുണ്ടാകുന്നത്. 2019 മുംബൈ ഇന്ത്യൻസിനെതിരെയായിരുന്നു നോബോൾ വിവാദം. അന്ന് 188 റൺസ് പിന്തുടർന്ന ബംഗളൂരുവിന് അവസാന പന്തിൽ ജയിക്കാൻ വേണ്ടിയിരുന്നത് 6 റൺസായിരുന്നു. മലിംഗ എറിഞ്ഞ അവസാന പന്തിൽ 1 റൺസ് പോലും നേടാൻ ക്രീസിലുണ്ടായിരുന്ന ശിവൻ ദുബയ്ക്ക് സാധിച്ചിരുന്നില്ല. മത്സരം മുംബൈ വിജയിച്ചു. എന്നാൽ റീപ്ലേയിൽ മലിംഗ എറിഞ്ഞ പന്ത് നോബോൾ ആയിരുന്നെന്ന് തെളിഞ്ഞു. പക്ഷേ അമ്പയർ നോബോൾ വിധിച്ചില്ല. മത്സരശേഷം അമ്പയർക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളായിരുന്നു വിരാട് കോഹ്ലി തൊടുത്തതും.